നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയിലെ മഹാലക്ഷ്മി എന്ന സീരിയലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാലക്ഷ്മിയെ വളർത്തച്ഛനും അച്ചമ്മയും കരുണയും കൂടി സ്നേഹം അഭിനയിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പാവങ്ങളായ മഹാലക്ഷ്മിയും അമ്മയും ഇതൊക്കെ വിശ്വസിച്ചിരിക്കുകയാണ്. മഹാലക്ഷ്മിയെയും കണ്ണനെയും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് നിശ്ചയിച്ച് മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയാണ് വളർത്തച്ഛൻ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ മഹാലക്ഷ്മി ദേവീ കടാക്ഷമുള്ള കുട്ടിയാണെന്ന് ഈ മുത്തശ്ശിക്കും പ്രതാപൻ എന്ന രണ്ടാനച്ഛനും ഇതുവരെ മനസ്സിലായിട്ടില്ല. അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. പണ്ട് മഹാലക്ഷ്മിയെ പിറന്നാളിന് പോലും അവരുടെ കൂടെയിരുത്തി ഭക്ഷണം കഴിക്കാൻ ഇവർ അനുവദിച്ചിരുന്നില്ല. അക്കാര്യം മഹാലക്ഷ്മി ആലോചിക്കുന്നുണ്ട്. എന്നാൽ ഇന്നുകൂടി മഹാലക്ഷ്മി ജീവനോടെ ഉണ്ടാകൂ എന്ന കണക്കൂട്ടലിലാണ് മുത്തശ്ശിയും പ്രതാപൻ എന്ന ദുഷ്ടനായ രണ്ടാനച്ഛനും മഹാലക്ഷ്മിക്ക് വായിൽ വെച്ച് ഭക്ഷണം കൊടുക്കുന്നത്. ഈ സമയത്തൊക്കെ അവർ മനസ്സുകൊണ്ട് പറയുന്നുണ്ട്, ഇന്നുകൂടിയല്ലേ നീ ഉണ്ടാകൂ എന്ന്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ മഹാലക്ഷ്മിയോട് രണ്ടാനച്ഛൻ ചോദിക്കുന്നുണ്ട്, കണ്ണൻ്റെ ചികിത്സയെക്കുറിച്ചും നിങ്ങളൊരു കുട്ടിയെ ദത്തെടുക്കുന്നുണ്ടോ എന്നൊക്കെ തിരക്കുന്നുണ്ട്. ഇല്ല, ഞങ്ങൾ പരസ്പരം സ്നേഹിച്ച് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് മഹാലക്ഷ്മി പറയുന്നുമുണ്ട്. എന്തായാലും മഹാലക്ഷ്മിക്കും കണ്ണനും ഇവർ എന്തൊക്കെ ചെയ്താലും ഒന്നും സംഭവിക്കില്ല. അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ അയ്യപ്പൻ്റെയും സാക്ഷാൽ മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം കിട്ടിയവരാണല്ലോ. കണ്ണൻ ഇതേ സമയം അനന്തുവിൻ്റെയും ലേഖയുടെയും കൂടെയാണ്. മഹാലക്ഷ്മി പോയിരിക്കുന്നത് വിഷസർപ്പങ്ങളുടെ കൂടെയാണെന്നും അതുകൊണ്ട് തനിക്കൊരു മനസ്സമാധാനവുമില്ലെന്നും കണ്ണൻ അനന്തുവിനോട് പറയുന്നു. മഹാലക്ഷ്മിയെ ഒരു ദിവസം പോലും പിരിഞ്ഞിരിക്കാൻ കഴിയില്ലെന്നും കണ്ണൻ പറയുന്നു. എന്നാൽ അനന്തുവും ലേഖയും കണ്ണനോട് പറയുന്നു, മഹാലക്ഷ്മിക്കും കണ്ണനും കുട്ടികൾ ജനിച്ചാൽ അത് ഞങ്ങളുടെ കൂടെ കുട്ടികളായി തീരുമെന്നും മഹാലക്ഷ്മിക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിൽ പ്രശ്നമൊന്നുമില്ലാത്തതുകൊണ്ട് മഹാലക്ഷ്മിയോട് ഇക്കാര്യത്തെക്കുറിച്ച് പറയണമെന്നും കണ്ണനോട് പറയുന്നു. കണ്ണൻ മനസ്സില്ലാ മനസ്സോടെ മഹാലക്ഷ്മിയോട് സൗകര്യം പോലെ സംസാരിക്കാമെന്നും അനന്തുവിനും ലേഖയ്ക്കും ഉറപ്പ് കൊടുക്കുന്നു. അനന്തു കണ്ണനോട് പറയുന്നു, പണത്തിനു വേണ്ടി മാത്രം സ്നേഹിക്കുന്ന ഈ വീട്ടിൽ ജീവിക്കുന്ന രണ്ടാനമ്മയെയും അനിയനെയും അനിയത്തിയെയും ഒക്കെ വിട്ട് താമസം മാറണമെന്ന്. എന്നാൽ കണ്ണൻ പറയുന്നു, ഞാനും അക്കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. എന്നാൽ ഞാനും മഹാലക്ഷ്മിയുമല്ല ഇവിടെ നിന്നും മാറാൻ പോകുന്നത്, അവരെയാണ് ഇവിടെ നിന്നും മാറ്റാൻ പോകുന്നത്. അങ്ങനെ രാത്രിയാകുമ്പോൾ മഹാലക്ഷ്മിയും അമ്മയും കിടന്നുറങ്ങുന്ന മുറിയുടെ ജനലിൽ ആരോ മുട്ടുന്നു. മഹാലക്ഷ്മിയും അമ്മയും അവിടെ ഒരാളുടെ രൂപം കാണുന്നു. പ്രതാപൻ പറഞ്ഞതനുസരിച്ച് വരുന്ന ഗുണ്ടകളാണവർ. അങ്ങനെ ശബ്ദം കേട്ട് മഹാലക്ഷ്മിയുടെ അമ്മ പ്രതാപനെ ഫോൺ ചെയ്യുന്നു. അപ്പോൾ പ്രതാപൻ ചിരിച്ചുകൊണ്ട് പറയുന്നു, ഗുണ്ടകൾ വന്നിട്ടുണ്ടെന്ന്. എന്നിട്ട് അഭിനയിച്ച് ഭാര്യയോട് കാര്യം തിരക്കുന്നു. അത് നിനക്ക് തോന്നിയതാണെന്നും പറയുന്നു. പ്രതാപൻ താഴേക്ക് വന്നിട്ട് അമ്മയെയും മുത്തശ്ശിയെയും കൂട്ടി പുറത്തേക്ക് പോകുമ്പോൾ ഗുണ്ടകൾ പിന്നിൽ കൂടി വന്ന് മഹാലക്ഷ്മിയെ ബോധം കെടുത്തി കാറിൽ കൊണ്ടുപോകുന്നു. എന്നിട്ട് പ്രതാപൻ നാളെ ഏതെങ്കിലും കൊക്കയിൽ മഹാലക്ഷ്മിയുടെ ശവം കാണാമെന്ന് മകളോടും മുത്തശ്ശിയോടും പറഞ്ഞ് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.